ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു GKC ട്യൂട്ടോറിയൽസ്. വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനലിൽ ക്യാഷ് നൽകി ജോയിൻ മെമ്പറാകാൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് ഈ ചാനലിൽ ലഭ്യമാക്കിയിട്ടുള്ള അനൗൺസ്മെന്റ് വീഡിയോ നിർബന്ധമായും കാണുക. ഓരോരുത്തർക്കും ആവശ്യമായ ക്ലാസുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ജോയിൻ ചെയ്യാവൂ. കൂടാതെ ഏതൊക്കെ ക്ലാസുകളാണ് പെയ്ഡായി നൽകിയിട്ടുള്ളത് എന്നറിയാൻ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് എന്നൊരു ലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ഏതെല്ലാം പരീക്ഷകൾക്കായുള്ള ക്ലാസുകളാണ് പെയ്ഡായി ലഭ്യമാക്കിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓൾറെഡി മെമ്പേഴ്സ് ആയവർക്ക് വീഡിയോ കാണാവുന്നതുമാണ്. ഓക്കെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ദേവസ്വം ബോർഡ് LDC എക്സാം ട്യൂട്ടോറിയലിന്റെ GKയുടെ 5ാം ഭാഗമാണിത്. ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ഇന്ത്യൻ ഇംഗ്ലീഷ് നോവലിസ്റ്റ് ആരാണ്? അപ്പോൾ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ഇന്ത്യൻ ഇംഗ്ലീഷ് നോവലിസ്റ്റ് ആരാണ്? അമിതാവ് ഘോഷ്. അമിതാവ് ഘോഷാണ് ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ഇന്ത്യൻ ഇംഗ്ലീഷ് നോവലിസ്റ്റ്. ഇദ്ദേഹവുമായി റിലേറ്റ് ചെയ്ത മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഷാഡോ ലൈൻസ് എന്ന നോവൽ രചിച്ചത് ആരാണ്? ഷാഡോ ലൈൻസ് എന്ന നോവൽ രചിച്ചത് അമിതാവ് ഘോഷാണ്. അപ്പോൾ ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ LDC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ഇന്ത്യൻ ഇംഗ്ലീഷ് നോവലിസ്റ്റ് അമിതാവ് ഘോഷാണ്. ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ നോവലാണ് ഷാഡോ ലൈൻസ്. നെക്സ്റ്റ് ഒരു തിരുവിതാംകൂർ LDC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം ഏതാണ്? ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം ഏതാണ്? ബുധനും ശുക്രനുമാണ്. ബുധനും ശുക്രനുമാണ് ഉപഗ്രഹങ്ങൾ ഇല്ലാത്തത്. ഇതുമായി റിലേറ്റ് ചെയ്ത് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്, സൗരയൂഥത്തിൽ ഇപ്പോൾ ആകെ 8 ഗ്രഹങ്ങളാണ് ഉള്ളത്. അതായത് 2006 ഗ്രഹപദവിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് പ്ലൂട്ടോയെയാണ്. പ്ലൂട്ടോ ഗ്രഹപദവിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വർഷം 2006 അപ്പോൾ 76 വർഷത്തിലൊരിക്കൽ സൂര്യനെ ചുറ്റുന്ന വാൽനക്ഷത്രമാണ് ഹാലിയുടെ വാൽനക്ഷത്രം. ക്വസ്റ്റ്യൻ ഇതാണ്, 76 വർഷത്തിലൊരിക്കൽ സൂര്യനെ ചുറ്റുന്ന വാൽനക്ഷത്രം ഏതാണ്? അതാണ് ഹാലിയുടെ വാൽനക്ഷത്രം. ഇനി സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം, 1ാം സ്ഥാനം ഹൈഡ്രജൻ ആണ്, 2ാം സ്ഥാനത്ത് ഹീലിയം. അപ്പോൾ സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജനും 2ാം സ്ഥാനം ഹീലിയത്തിനും. ഇനി സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം, സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ബുധനാണ്. അതിനുശേഷം വരുന്നത് ശുക്രനാണ്. അതിനുശേഷമാണ് ഭൂമി വരുന്നത്. അപ്പോൾ സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ബുധനാണ്. ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം എത്രയാണെന്നുള്ളത്. അപ്പോൾ സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം 8 മിനിറ്റ് 20 സെക്കൻഡ് ആണ്. ഇത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ 500 സെക്കൻഡ്. സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം 8 മിനിറ്റ് 20 സെക്കൻഡ് ആണ്. ഇത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ 500 സെക്കൻഡ്. ഇനി ഭൂമി സൂര്യന് അടുത്ത് വരുന്നത് ജനുവരി 3-നാണ്. ഭൂമി സൂര്യന് അടുത്ത് വരുന്നത് ജനുവരി 3-നാണ്. ഭൂമി സൂര്യന് അകലെ വരുന്നത് ജൂലൈ 4-നാണ്. അപ്പോൾ ജനുവരി 3, ജൂലൈ 4. ഭൂമി സൂര്യന് അടുത്ത് വരുന്നത് ജനുവരി 3, ഭൂമി സൂര്യന് അകലെ വരുന്നത് ജൂലൈ 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭൂമിയുടെ അടുത്ത നക്ഷത്രം ഏതാണെന്നുള്ളതാണ്. അപ്പോൾ സൂര്യനാണ് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം. അതുപോലെ തന്നെ ഭൂമിയോട് അടുത്ത ഗ്രഹം ശുക്രനാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ കൺഫ്യൂഷൻ വരരുത്. ഭൂമിയുടെ അടുത്തുള്ള നക്ഷത്രം സൂര്യനാണ്, ഭൂമിയുടെ അടുത്തുള്ള ഗ്രഹം ശുക്രനാണ്. അതായത് സൂര്യൻ ഒരു നക്ഷത്രമാണ്, ശുക്രൻ ഒരു ഗ്രഹമാണ്. ഇനി ശുക്രന് മറ്റു പ്രത്യേകതകൾ കൂടിയുണ്ട്. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്നത്, പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത്, സായാഹ്ന നക്ഷത്രം എന്നറിയപ്പെടുന്നത്, ഏറ്റവും ചൂടുകൂടിയ ഗ്രഹം എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? അതാണ് ശുക്രൻ. അപ്പോൾ ശുക്രനാണ് ഭൂമിയുടെ ഇരട്ട, പ്രഭാത നക്ഷത്രം, സായാഹ്ന നക്ഷത്രം, ചൂടുകൂടിയ ഗ്രഹം എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇനി ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹമാണ് ഭൂമി. നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമിയാണ്. ഒരു ഉപഗ്രഹം മാത്രമുള്ള ഏക ഗ്രഹം കൂടിയാണ് ഭൂമി. അപ്പോൾ ഭൂമിയുടെ പ്രത്യേകതകൾ, ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹമാണ് ഭൂമി എന്നത്. നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമിയാണ്. ഇത് കൂടാതെ ഒരു ഉപഗ്രഹം മാത്രമുള്ള ഏക ഗ്രഹം കൂടിയാണ് ഭൂമി. നെക്സ്റ്റ്, ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വയാണ്. തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നതും ചൊവ്വയാണ്. 2 ഉപഗ്രഹങ്ങൾ മാത്രമുള്ള ഗ്രഹം കൂടിയാണ് ചൊവ്വ. അപ്പോൾ ചൊവ്വയുടെ സ്പെഷ്യാലിറ്റീസ്, ചുവന്ന ഗ്രഹം,
തുരുമ്പിച്ച ഗ്രഹം, 2 ഉപഗ്രഹങ്ങൾ മാത്രമുള്ള ഗ്രഹം. ഇവയെല്ലാം ചൊവ്വയാണ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. ശുക്രന്റെ പ്രത്യേകതകൾ: ഭൂമിയോട് ഏറ്റവും അടുത്ത ഗ്രഹമാണ് ശുക്രൻ. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്നത് ശുക്രനാണ്. പ്രഭാത നക്ഷത്രം, സായാഹ്ന നക്ഷത്രം എന്നൊക്കെ അറിയപ്പെടുന്നത് ശുക്രൻ തന്നെയാണ്. ഇതുകൂടാതെ ചൂട് കൂടിയ ഗ്രഹം എന്നറിയപ്പെടുന്നതും ശുക്രനാണ്. ഇനി ഭൂമിയെക്കുറിച്ച് പഠിച്ചത് സാന്ദ്രത കൂടിയ ഗ്രഹമാണ് ഭൂമി. നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമിയാണ്. ഒരു ഉപഗ്രഹം മാത്രമുള്ള ഏക ഗ്രഹം കൂടിയാണ് ഭൂമി. ഇനി ചൊവ്വയെക്കുറിച്ച് പഠിച്ചത് ചുവന്ന ഗ്രഹം, തുരുമ്പിച്ച ഗ്രഹം, 2 ഉപഗ്രഹങ്ങൾ മാത്രമുള്ള ഗ്രഹം. ഇവയൊക്കെയാണ് ചൊവ്വ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശഗോളം ഏതാണ്? ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആകാശഗോളം ഏതാണ്? ചന്ദ്രൻ. അപ്പോൾ ചന്ദ്രനാണ് ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ആകാശഗോളം. ഭൂമിയുടെ അടുത്തുള്ള നക്ഷത്രം സൂര്യനാണ്. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ഗ്രഹം ശുക്രനാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആകാശഗോളം ചന്ദ്രനാണ്. അപ്പോൾ ഇവയൊന്നും തിരിഞ്ഞു പോകാതെ പഠിച്ചു വെക്കുക. ഭൂമിയുടെ അടുത്തുള്ള നക്ഷത്രം സൂര്യൻ, ഭൂമിയുടെ അടുത്തുള്ള ഗ്രഹം ശുക്രൻ, ഭൂമിയുടെ അടുത്തുള്ള ആകാശഗോളം ചന്ദ്രൻ. ചന്ദ്രനിൽ ആകാശത്തിന്റെ നിറം കറുപ്പായാണ് കാണപ്പെടുന്നത്. അപ്പോൾ ചന്ദ്രനിൽ ആകാശത്തിന്റെ നിറം ഏതാണ്? കറുപ്പാണ്. ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ടുന്ന സമയം എത്രയാണ്? ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ടുന്ന സമയം എത്രയാണ്? 1.3 സെക്കൻഡാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ഏതാണ്? പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ട് മുൻപത്തെ വർഷമാണ് പുന്നപ്ര വയലാർ സമരം നടന്നത്. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരവും സ്വതന്ത്ര തിരുവിതാംകൂർ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് സർ CP രാമസ്വാമി അയ്യർക്കെതിരായി നടന്ന സമരമായിരുന്നു പുന്നപ്ര വയലാർ സമരം എന്നത്. അപ്പോൾ ആ സമയത്ത് തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവായിരുന്നു. അപ്പോൾ പുന്നപ്ര വയലാർ സമരം എന്നത് സ്വതന്ത്ര തിരുവിതാംകൂർ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട സർ CP രാമസ്വാമി അയ്യർക്കെതിരായിട്ടുള്ള സമരമായിരുന്നു. ഇതിലെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നുള്ളത്. അപ്പോൾ ഈ മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെട്ടത് ആരാണ്? വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെട്ടത് CK കുമാര പണിക്കർ. തിരുവിതാംകൂർ മഹാരാജാവ് ഉത്തരവാദ ഭരണം പ്രഖ്യാപിച്ചത് എന്നാണ്? തിരുവിതാംകൂർ മഹാരാജാവ് ഉത്തരവാദ ഭരണം പ്രഖ്യാപിച്ചത് 1947 സെപ്റ്റംബർ 24 അതുപോലെ തന്നെ മഹാരാജാവ് ഇന്ത്യൻ യൂണിയനിൽ ചേരുവാൻ തീരുമാനം പ്രഖ്യാപിച്ചത് 1947 ജൂലൈ 28 അപ്പോൾ മഹാരാജാവ് ഇന്ത്യൻ യൂണിയനിൽ ചേരുവാൻ തീരുമാനിച്ചത് എന്നായിരുന്നു? 1947 ജൂലൈ 28. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരവും സ്വതന്ത്ര തിരുവിതാംകൂർ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് സർ CP രാമസ്വാമി അയ്യർക്കെതിരെ നടന്ന സമരമായിരുന്നു പുന്നപ്ര വയലാർ സമരം. ഈ സമയത്ത് തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാളായി. പുന്നപ്ര വയലാർ സമരത്തിലെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമായിരുന്നു അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെട്ട വ്യക്തി CK കുമാരപ്പണിക്കരായിരുന്നു. ഇനി തിരുവിതാംകൂർ മഹാരാജാവ് ഉത്തരവാദ ഭരണം പ്രഖ്യാപിച്ചത് 1947 സെപ്റ്റംബർ 24 അതുപോലെ തന്നെ മഹാരാജാവ് ഇന്ത്യൻ യൂണിയനിൽ ചേരുവാൻ തീരുമാനിച്ചതും 1947 ജൂലൈ 28 ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഇതും ദേവസ്വം ബോർഡിന്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ആണ് പട്ടം താണുപിള്ള. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന് രൂപം നൽകിയ യോഗത്തിന്റെ അധ്യക്ഷൻ CV കുഞ്ഞിരാമൻ ആയിരുന്നു. അതുപോലെ തന്നെ സെക്രട്ടറി PS നടരാജപിള്ള, KT തോമസ് ഇവരൊക്കെയായിരുന്നു. ട്രഷറർ MR മാധവ വാര്യർ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ത് വേണമെങ്കിലും ചോദിക്കാം. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് പട്ടം താണുപിള്ള. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന് രൂപം നൽകിയ യോഗത്തിന്റെ അധ്യക്ഷൻ CV കുഞ്ഞിരാമൻ, സെക്രട്ടറി PS നടരാജപിള്ള, KT തോമസ്, ട്രഷറർ MR മാധവ വാര്യർ. അപ്പോൾ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിലാണ് തിരുവിതാംകൂർ ഉത്തരവാദ പ്രക്ഷോഭണം നടന്നത്. INCയുടെ ഏത് സമ്മേളനമാണ് നാട്ടുരാജ്യങ്ങളിൽ
സമരങ്ങൾ നയിക്കാൻ പ്രാദേശിക സംഘടനകൾ വേണമെന്ന് തീരുമാനിച്ചത്? അതാണ് ഹരിപുര INC സമ്മേളനം. INC എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഹരിപുര INC സമ്മേളനമാണ് നാട്ടുരാജ്യങ്ങളിൽ സമരങ്ങൾ നയിക്കാൻ പ്രാദേശിക സംഘടനകൾ വേണമെന്ന് തീരുമാനിച്ച സമ്മേളനം. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ലയിച്ച വർഷം ഏതാണ്? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ലയിച്ച വർഷം 1948 ഒക്ടോബർ 9. തിരുവിതാംകൂറിൽ സ്വാതന്ത്ര്യാനന്തരം 1948 നിലവിൽ വന്ന ജനകീയ മന്ത്രിസഭയുടെ തലവൻ ആരായിരുന്നു? തിരുവിതാംകൂറിൽ സ്വാതന്ത്ര്യാനന്തരം 1948 നിലവിൽ വന്ന ജനകീയ മന്ത്രിസഭയുടെ തലവനാണ് പട്ടം താണുപിള്ള. പട്ടം താണുപിള്ള രൂപീകരിച്ച പാർട്ടിയുടെ പേര് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി എന്നാണ്. പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി, അതാണ് പട്ടം താണുപിള്ള രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേര്. ഈ പാർട്ടിയിൽ മത്സരിച്ചാണ് പട്ടം താണുപിള്ള കേരളത്തിലെ 2ാമത്തെ മുഖ്യമന്ത്രി ആയത്. ഇതുമായി റിലേറ്റ് ചെയ്ത് പഠിച്ചു വെക്കണം, ഇത് ഇമ്പോർട്ടന്റ് ആണ്. തിരുവിതാംകൂറിലെ പ്രധാനമന്ത്രി, തിരുക്കൊച്ചിയിലെ മുഖ്യമന്ത്രി, കേരള മുഖ്യമന്ത്രി എന്നീ പദവികൾ വഹിച്ച ഏക വ്യക്തിയാണ് പട്ടം താണുപിള്ള. തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയും പട്ടം താണുപിള്ളയാണ്. അപ്പോൾ തിരുവിതാംകൂറിലെ പ്രധാനമന്ത്രി, തിരുക്കൊച്ചിയിലെ മുഖ്യമന്ത്രി, കേരള മുഖ്യമന്ത്രി, ഈ പദവികളാണ് പട്ടം താണുപിള്ള വഹിച്ചിരുന്നത്. ഈ പദവികൾ വഹിച്ച ഏക വ്യക്തി കൂടിയാണ് പട്ടം താണുപിള്ള. തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രധാനമന്ത്രി പട്ടം താണുപിള്ള. അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ അവസാനത്തെ പ്രധാനമന്ത്രി പറവൂർ TK നാരായണപിള്ളയാണ്. പറവൂർ TK നാരായണപിള്ളയാണ് തിരുവിതാംകൂറിലെ അവസാനത്തെ പ്രധാനമന്ത്രി. അതുപോലെ തന്നെ കൊച്ചിയിലെ ആദ്യത്തെ ജനകീയ മന്ത്രി ആരാണ്? കൊച്ചിയിലെ ആദ്യത്തെ ജനകീയ മന്ത്രിയാണ് അമ്പാട്ട് ശിവരാമ മേനോൻ. അമ്പാട്ട് ശിവരാമ മേനോനാണ് കൊച്ചിയിലെ ആദ്യത്തെ ജനകീയ മന്ത്രി. കൊച്ചിയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി P. ഗോവിന്ദ മേനോൻ. P. ഗോവിന്ദ മേനോനാണ് കൊച്ചിയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി. അതുപോലെ തന്നെ കൊച്ചിയിലെ അവസാനത്തെ പ്രധാനമന്ത്രി ഇക്കണ്ട വാര്യർ ആയിരുന്നു. തിരുക്കൊച്ചിയിലെ ആദ്യത്തെ മുഖ്യമന്ത്രി പറവൂർ TK നാരായണപിള്ളയായിരുന്നു. അതുപോലെ തന്നെ തിരുക്കൊച്ചിയിലെ അവസാനത്തെ മുഖ്യമന്ത്രി പനമ്പിള്ളി ഗോവിന്ദ മേനോൻ ആയിരുന്നു. ഇൻട്രസ്റ്റിംഗ് ആയ കേരള ഹിസ്റ്ററിയിൽ ഉൾപ്പെടുന്നതാണ് പട്ടം താണുപിള്ള, പറവൂർ TK നാരായണപിള്ള, അമ്പാട്ട് ശിവരാമ മേനോൻ, P. ഗോവിന്ദ മേനോൻ, ഇക്കണ്ട വാര്യർ, പനമ്പിള്ളി ഗോവിന്ദ മേനോൻ. ഇത്രയും പേർ. ഇവരുടെയൊക്കെ ഡെസിഗ്നേഷൻ കൂടി അറിഞ്ഞിരിക്കണം. അതായത് തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു പട്ടം താണുപിള്ള, അവസാനത്തെ പ്രധാനമന്ത്രി പറവൂർ TK നാരായണപിള്ള. കൊച്ചിയിലെ ആദ്യത്തെ ജനകീയ മന്ത്രിയാണ് അമ്പാട്ട് ശിവരാമ മേനോൻ. കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രി P. ഗോവിന്ദ മേനോനായിരുന്നു. കൊച്ചിയിലെ അവസാനത്തെ പ്രധാനമന്ത്രി ഇക്കണ്ട വാര്യർ. തിരുക്കൊച്ചിയിലെ ആദ്യത്തെ മുഖ്യമന്ത്രി പറവൂർ TK നാരായണപിള്ള. തിരുക്കൊച്ചിയിലെ അവസാനത്തെ മുഖ്യമന്ത്രി പനമ്പിള്ളി ഗോവിന്ദ മേനോൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തിരുവിതാംകൂറിൽ പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്ന വർഷം ഏതാണ്? തിരുവിതാംകൂറിൽ പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്ന വർഷം 1947 സെപ്റ്റംബർ 4. 1ാം കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏതാണ്? 1ാം കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്ന വർഷം 1957. ആദ്യ മന്ത്രിസഭയിൽ 11 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യത്തെ പ്രോ ടൈം സ്പീക്കർ റോസമ്മ പുനുസ് ആയിരുന്നു. തിരുവിതാംകൂറിൽ പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്ന വർഷം 1947 സെപ്റ്റംബർ 4. 1ാം കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്ന വർഷം 1957. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയിൽ ആകെ 11 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. മന്ത്രിസഭയിലെ ആദ്യത്തെ പ്രോ ടൈം സ്പീക്കർ റോസമ്മ പുനുസ് ആയിരുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ദിസ് ഇസ് ഓൾ ഫോർ ടുഡേ. ഇതിന്റെ തുടർന്നുള്ള ഭാഗം നെക്സ്റ്റ് വീഡിയോയിൽ. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.